മിഥുനമാസത്തിലത്തെ ആയില്യം ദാന്റെ പിറന്നാളായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. അങ്ങനെ നമ്മളിന്ന് കാലത്ത് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാനുള്ള ചെറിയൊരു പുറപ്പാടിലാണ്. എന്നാലും പിറന്നാളൊക്കെ അല്ലേ, അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം അല്ലേ. തലൂരായിരുന്നപ്പോൾ ഡെയിലി അമ്പലത്തിൽ പോയിരുന്ന ഞാനാണ് ഇപ്പോൾ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അമ്പലത്തിലേക്ക് പോകാറുള്ളൂ അല്ലേ. കാലിങ്ങനെ മുന്നോട്ട് പോകുന്തോറും കുറേയൊക്കെ മാറ്റങ്ങളിൽ നമ്മൾക്കും വന്നു തുടങ്ങും. അങ്ങനെ ഒരു പിറന്നാൾ ദിവസത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. കാളി മഹേശ്വരി ശങ്കരി പാർവതി ശരണം മേ തവ ചരണം മഹാദേവ നിത്യപൂജ നടക്കണ ഒരു അമ്പലമല്ല കേട്ടോ നമ്മുടെ. ശനിയും അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലും ആദ്യത്തെ അവസാനത്തെ ഞായറാഴ്ചകളിലും മാത്രമാണ് അമ്പലത്തിൽ പൂജ നടക്കാറുള്ളത്. അവസാനത്തെ ആഴ്ച ഞായറാഴ്ച നമ്മുടെ പിറന്നാൾ വന്നതുകൊണ്ട് നമുക്ക് പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കലാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ബിന്ദേച്ചിയുടെ മോളുടെ കുട്ടിയുടെ ദർശനയുടെ കുട്ടിയുടെ ചോറ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ളവർ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിലും കൂടെ ചോറ് കൊടുത്തിട്ടാണ് പിന്നെ ബാക്കി അവർക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങുള്ളൂ കുട്ടികൾക്ക് കേട്ടോ. നമ്മുടെ കുഞ്ഞൊരു അമ്പലമാണല്ലോ, പക്ഷെ പ്രതിഷ്ഠ വലുതാന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ നമ്മുടെ ദേവീനെ. എല്ലാവർക്കും വലിയ കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഇപ്പൊ അതൊക്കെ വീട്ടിലേക്ക് നീങ്ങാട്ടോ. ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ശ്രീകുട്ടനും പായസം കിട്ടിയില്ലേ? അച്ഛൻ പേടിക്കട്ടെ പോയിട്ട്. കാലത്തെ നീറ്റ് കുളിച്ച് നേരെ അമ്പലത്തിൽ വന്ന കാരണം കൊണ്ട് ഉപ്പുമാവൊക്കെ കഴിക്കാറായി. ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ. ഒഴിവ് ദിവസങ്ങളായ കാരണം കൊണ്ട് എന്തെങ്കിലും ഉപ്പുമാവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവാം. അമ്പലത്തിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് അനിയന് ഒരു ഉണ്ണിവാവി ഉണ്ടായിട്ടുണ്ട്, അതിനെ കാണാൻ വേണ്ടി പോവാം ലേട്ടാ. ഞായറാഴ്ച ഭയങ്കര ബിസിയാണേ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഞായറാഴ്ച ആവട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ആട്ടാ. ആഴ്ചയുടെ അന്ത്യത്തിലേക്ക് മാറ്റിവെക്കാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുവാവനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞല്ലോ. കുഞ്ഞുവാവളെ കാണുമ്പോഴെപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. അങ്ങനെ കുഞ്ഞുവാവനെയൊക്കെ കണ്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭാഗ്യം പറഞ്ഞു നേരെ നമുക്ക് മണ്ണമ്പട്ടയ്ക്ക് പോകാമെന്ന്. അവിടെ അച്ഛനും അമ്മേനെയും കണ്ടിട്ടാവാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി യാത്രകളൊക്കെ അപ്പോൾ നമുക്ക് വീട്ടിൽ പോയാലോ. അണ്ടാ ഞാനേ മണ്ണമ്പട്ട എത്തിയിട്ടാ. ഇവിടെ ഉണ്ണീനെ കാണാൻ പോയിട്ട് ഇങ്ങോട്ട് കയറിയതാ. എന്തായാലും പിറന്നാളൊക്കെ അല്ലേ, അച്ഛനമ്മേനും കണ്ടിട്ട് പോകുന്നു ചോദിച്ചു. വിഷു എന്നെ വിഷ് ചെയ്ത ഹാപ്പി ബർത്ത്ഡേ ടു യു പറയാ. ബർത്ത്ഡേ ഞങ്ങൾ ഇവിടെ അടുത്താ വീടേ. അപ്പൊ ഇവിടെ വരെ ഒന്ന് വന്നതാ. ബർത്ത്ഡേ ആഘോഷിക്കണ്ട പിന്നെ മുതുക്കിയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കണ്ട. അതും കുഴപ്പമില്ല. അച്ഛനമ്മയും ജീവിച്ചിരിക്കോളം, എത്ര വയസ്സായെന്ന് വിചാരിച്ച അച്ഛനമ്മയും ജീവിച്ചിരിക്കോളം മക്കളെ എപ്പോഴും കുഞ്ഞിതാ അവർക്ക്. ഞാൻ എന്റെ വയസ്സ് പറഞ്ഞ അപ്പം അമ്മയ്ക്കും ഇത്ര വയസ്സായി. അമ്മയ്ക്ക് ഇപ്പോഴും ഞങ്ങളുടെ വയസ്സറിയില്ല. അമ്മയ്ക്ക് ഞാൻ വയസ്സൊക്കെ അറിയാം. എനിക്കത് ഞാൻ അങ്ങനെ അറിയാനായി. അച്ഛൻ എനിക്ക് എത്ര വയസ്സായി അച്ഛാ? അച്ഛന് ചിലപ്പോ അച്ഛനിപ്പോഴും ഞാൻ 4 വയസ്സ് തരിക. അപ്പൊ അമ്മയ്ക്കറിയാം വയസ്സ് എത്രയായിന്നൊക്കെ. പക്ഷെ എന്നാലും കുഞ്ഞു കുട്ടിയാണ് എന്ന് ഇത്രയായി എന്റെ മക്കൾക്ക് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അവർക്ക് അത്രയ്ക്കാവുമ്പോ എനിക്കും അത്രയ്ക്കായി. അതാ ചേച്ചിയുടെ പിറന്നാള് നാളെ കഴിഞ്ഞ് മറ്റന്നാട്ടാ. ഞാൻ ആയില്യം ചേച്ചി പൂരമാണ്. അപ്പൊ ഞാൻ ആഘോഷിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ഒരു ദിവസം ഇവര് സമ്മതിക്കാണെന്ന് വിചാരിച്ച നമുക്കൊരു പിറന്നാൾ ആഘോഷം നടത്താം. അല്ല മോനെ, ചേച്ചിയുടെ പിറന്നാൾ. എന്റെ ചേച്ചിക്ക് എത്ര വയസ്സായെന്ന് അറിയാം? എന്റെ ചേച്ചിക്ക് 38 വയസ്സായി. 38 വയസ്സായി. എനിക്ക് 34 വയസ്സായി കേസ്. നമ്മൾ എത്ര വർഷമായി കണ്ടു തുടങ്ങിയിട്ടില്ലേ? 4 വയസ്സുണ്ട് രണ്ട് മക്കളും തമ്മിൽ. കറക്റ്റ് 4 വയസ്സിന്റെ വ്യത്യാസം. ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. അച്ഛനമ്മേനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നത്. ഇവിടെ അടുത്താ വീട് അവരുടെ. അപ്പൊ അവിടെ ഭാഗ്യം അങ്ങോട്ട് തിരിച്ചതാ. എന്നിട്ട് ഭാഗ്യം വീട് അച്ഛനമ്മേനെയും കണ്ടിട്ട് പോവാൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു. അല്ല, നല്ല
ഇതല്ലേ മാറ്റല്ലേ ഉണ്ണിയൊക്കെ വെട്ടി വെളുപ്പിച്ച് അടിപൊളിയായിട്ട് കണ്ടില്ല ഇവിടെ ഇവിടെ അഴയണ അതാ ഇത് നമ്മുടെ അടുക്കള ചേട്ടാ വീടിന്റെ. അപ്പൊ നമുക്ക് പോയാലോ? പോട്ടെ ടാറ്റാ ടാറ്റാച്ചാ. ഞങ്ങൾ ഇറങ്ങുക ഗൈസ്. അമ്മയുടെ പൂവിനോട് യാത്ര പറഞ്ഞിറങ്ങ. അയ്യോ ഇവിടെ അമ്മ ഷൂട്ട് ചെയ്യാ. പപ്പ വരുന്നില്ലേ? പപ്പ ചട്ടൂരി പപ്പ. പോട്ടെ ടാറ്റാ. ഞാനും പോവാട്ടാ. നിന്റെ മോളുടെ പിറന്നാളായ കാരണം ഞാൻ അടിച്ചു പിടിക്കാൻ ഞാൻ വെറുതെ പറയാട്ടാ. അമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ എന്താ പറയാ കുട്ടികളായിട്ട് എപ്പോഴും അവരുടെ മനസ്സിലിങ്ങനെ നമ്മുടെ എന്താ പറയാ അവരുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ എപ്പോഴും അവർക്ക് കുട്ടികളായിട്ട് അങ്ങനെ ഇരിക്കൂലേ. അങ്ങനെ പതിവ് പോലെ തന്നെ വെറും 10 മിനിറ്റത്തെ ദൈർഘ്യമുള്ള ഒരു വിസിറ്റിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ ചെന്നിട്ട് ചെറിയൊരു എന്തെങ്കിലും വീട്ടിലുണ്ടാക്കണ്ടേ, ബർത്ത്ഡേ ഒക്കെ അല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴേക്കും നമുക്ക് കുറച്ച് കൂണും അതുപോലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ചെറിയൊരു ചായയൊക്കെ ഇട്ടു. കുറച്ച് ദിവസമായിട്ട് ചെറിയ ഡയറ്റും കാര്യങ്ങളിലൊക്കെ ആയി അതിനോട് ചായ കുടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ശ്രീകുട്ടൻ്റെ സ്പെഷ്യൽ, നാളെ അത് ശ്രീകുട്ടൻ്റെ ഊണിലേക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കൂണെടുത്ത് കഴുകി അതിൽ ഗരം മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കുട്ടികളുടെ ഊണിലേക്ക് കുറച്ചും കൂടി എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നവർ നിങ്ങൾക്ക് ട്രൈ ചെയ്താക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ കൂൺ മസാല എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചോപ്പർ കൂട്ടനുണ്ടെങ്കിൽ പറയും വേണ്ടല്ലോ, നമുക്ക് ഏതാണ്ട് ഒരു കൈ സഹായി കൂടെയുള്ള പോലെയാണ്. നമ്മൾ സവാളയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഒരു കുഞ്ഞ് വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുനുകുനാന്ന് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമാണ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഒക്കെ പൊടികളാണ്. ഇതൊക്കെ ഈ വക പച്ചക്കറികളുള്ളൂ കേട്ടോ. പിന്നെ ഒക്കെ പൊടികളാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുന്നു, അതിലേക്ക് നമ്മൾ ചോപ്പർ കൂട്ടനെ കൊണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ബാക്കി സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പ്യൂരിയാണ് ഒഴിക്കുന്നത് കേട്ടോ. ടൊമാറ്റോയും അതുപോലെ തന്നെ സോയയും പിന്നെ കുറച്ച് ചില്ലിയും കൂടിയിട്ട് കുറച്ചേശം വേണ്ടു എല്ലാം അതും കേട്ടോ. നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഗരം മസാല ഇങ്ങനെ കുറച്ച് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലേവർ മുമ്പിലേക്ക് നിൽക്കും. പിന്നെ നമ്മൾ കുറച്ച് ക്രീമിന് പകരം അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള നാളികേരം പാൽ ഒഴിച്ചിട്ട് നമുക്കിതാ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂണും അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലേക്ക് കൂടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിൻ്റെ ഒപ്പോ ചിക്കൻ്റെ ഒപ്പോ അപ്പത്തിൻ്റെ ഒപ്പോ ചോറിൻ്റെ ഒപ്പോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂണ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബട്ടറിൽ തയ്യാറാക്കണമെങ്കിൽ ബട്ടർ കൂണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മുടെ ദോശ പിന്നെ പറയണ്ടല്ലോ. ദോശ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വീട്ടിലത്തെ ദേശീയ ഭക്ഷണമാണ്. ഇവിടെ ദോശ മാത്രം മതി, വേറൊരു കറികളും വേണമെന്നില്ല. നെയ്യ് ഒഴിച്ചിട്ട് ദോശ ചുട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതും ഭാഗ്യനെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടി ദോശ വേണം. എനിക്ക് ശ്രീകുട്ടന് നല്ല മുരുമുരാന്നിരിക്കുന്ന ദോശ വേണം. അടിപൊളി ദോശ, അടിപൊളി കൂണ് കറി. ഞങ്ങൾ പുറത്ത് പോവാണ് എൻ്റെ ഒക്കെ ചെലവാണ്. അയ്യോ സന്ധ്യയായിട്ടോ. അപ്പോൾ ഭാഗ്യം പറഞ്ഞു നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇന്നിപ്പോൾ സൺഡേ അല്ലേ, നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനുണ്ട് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ. ശ്രീകുട്ടൻ്റെ സ്നാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീകുട്ടനുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ഹൈലൈറ്റ് മാലയിൽ പോകാണ്. ലുലു ഡെയിലിയിൽ നിന്നാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത്. ഇവിടെയും പർച്ചേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഫുഡ് കഴിക്കണം എന്നുണ്ടാവും പുറത്തുനിന്ന്. ബർത്ത്ഡേ അല്ല, പിറന്നാളാണ്. ബർത്ത്ഡേ ജൂലൈ 13 ജൂലൈ 14 വെഡിങ് ആനിവേഴ്സറി. ദോശയൊക്കെ കഴിച്ചു വന്നപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ലീക്കേജ് ആയിടാ, അതായത് പീരിയഡ്സ് ആയി. കാലത്ത് അമ്പലത്തിൽ പോകാൻ പറ്റി തന്നെ വലിയൊരു ഭാഗ്യം എന്ന് വിചാരിച്ചു ഞാനപ്പോൾ. കാരണം കുറേ നാളായി അമ്പലത്തിലേക്കൊക്കെ പോയിട്ടേ. അങ്ങനെ നമ്മൾ പിന്നെ കിടന്ന് ഉറങ്ങുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ അലിബാബയിൽ പോയി ഹൈലൈറ്റിൽ പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഭാഗ്യം പറഞ്ഞു അവിടുത്തെ ഫുഡിനേക്കാളും നല്ലത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഫുഡ് കഴിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അലിബാബയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അലിബാബയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ചിക്കൻ
ചിക്കൻ നൂഡിൽസ്, പിന്നെ നല്ല അടിപൊളി പറാത്തിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ ബട്ടർ ചിക്കനും ഒക്കെ കിട്ടും. ഇതൊക്കെ തന്നെയാണ് ഡെയിലി നമ്മൾ കുറേ മെനു ഒക്കെ ഇരുന്ന് വായിക്കും. ഫൈനലി നമ്മൾ ഓർഡർ ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി ഈ കുറേ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തലൂര് വീട്ടിൽ നിന്ന് വല്ലൂർക്ക് വന്നപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ലൈഫിൽ നമ്മുടെ റുട്ടീൻ മൊത്തത്തിലേ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ഇത്ര നാളും നമ്മൾ പോയിക്കൊണ്ട്, അല്ലെങ്കിൽ തലൂര് വീട്ടിലായിരിക്കും ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോവാം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കലും നമ്മുടേതായ ഫാമിലി ടൈം ഒക്കെ ഉണ്ടായിരുന്നു. വല്ലൂർക്ക് വന്നപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബിസി ആവുകയും ചെയ്തു. ഇവിടെ നിന്ന് നമുക്കത് ടൗണിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരു 10, 17, 18 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതെന്ന് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ട് ഒഴിവാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഭാഗ്യം എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. ഞാനാണെങ്കിൽ ആ ഒരു സാഹചര്യത്തോട് അഡാപ്റ്റ് ആയി. ഇപ്പോൾ പുറത്തേക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത പോലെയായി. പിന്നെ ഭാഗ്യം എന്നെ പിടിച്ച് വലിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോഴാണ് ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചത്. കുറേ നാളെ ഇതൊക്കെ കഴിച്ചിട്ട് തലൂരായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാമായിരുന്നു. കാരണം തലൂരിൽ നിന്ന് നമുക്ക് 1 കിലോമീറ്ററൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അലിബാബയിലേക്ക് ഷോർട്ട് കട്ട് അടിച്ച് വരുമ്പോൾ. അങ്ങനെ നമ്മൾ കുറച്ച് ചിക്കൻ നൂഡിൽസ് കഴിച്ചു. ഈ പിറന്നാൾ ദിവസം നോൺ വെജ് ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. ഉച്ചവരെ ഞാനത് ഉപേക്ഷിച്ചായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ഭാഗ്യം പറഞ്ഞു പിന്നെ അത് കഴിച്ചോളാം. പിന്നെ ഇവർ പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അപ്പീലില്ലല്ലോ. പിന്നെ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ, പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതൊന്നും നമ്മൾ ഇടപെടാൻ നിൽക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കലുണ്ടായിരുന്നില്ല. കാരണം കാലത്ത് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ട് ഇച്ചിരി എന്തൊക്കെയോ കഴിച്ചു എന്നാക്കി. പിന്നെ നമുക്ക് പീരിയഡ്സ് വന്നാൽ പൊതുവെ ഈ ഇറങ്ങൽ കുറയുമല്ലോ, അതായത് ഭക്ഷണം ഉള്ളിലേക്ക് ഇറങ്ങൽ കുറയുമല്ലോ, ഉള്ളിലുള്ള സംഭവങ്ങൾ പുറത്തേക്ക് തള്ളുന്ന ആ ഒരു തിരക്കിലായിരിക്കും നമ്മൾ. പിന്നെ കുനാഫ, ഇവിടെ വന്ന കുനാഫയും കിട്ടാറുണ്ട് കേട്ടോ. എന്നാൽ ഐസ്ക്രീം കുനാഫയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നി പഞ്ചസാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ കട്ടായ കാരണം കൊണ്ട് ഈ പഞ്ചസാര കഴിക്കുമ്പോൾ അതേടാ അങ്ങനെ വായിൽ ഇങ്ങനെ വെള്ളം തെളിഞ്ഞു വരും. നിങ്ങൾ ആരെങ്കിലും ഈ പഞ്ചസാര ഒഴിവാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു മാസം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര കഴിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വായിൽ വെള്ളം തെളിഞ്ഞ് വരും ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പിന്നെ ആർത്തി മൂത്ത് ഇതിങ്ങനെ കണ്ട ടെക്സ്ചറൊക്കെ കാരണം ഒരു കഷ്ണം കഴിച്ചു നോക്കി. പക്ഷേ ഗംഭീര ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന കുനാഫ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഇത് കുനാഫയുടെ ഉള്ളിൽ ചീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുകളിൽ ഐസ്ക്രീം ഇടുന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 400 റുപ്പീസോ 500 റുപ്പീസോ മറ്റോ ആണ് അതിന്. ചെറിയൊരു പ്ലേറ്റാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു 10 വീട്ടിലുണ്ടാക്കാം കേട്ടോ, വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നാലും വേറെ ഒരാൾ ഉണ്ടാക്കി തരുന്ന ആ സുഖം ഉണ്ടല്ലോ, അതുണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മൾ കുനാഫയും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി ഹൈലൈറ്റിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് കുനാഫ കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് കുനാഫ ചോക്ലേറ്റ് കഴിക്കാൻ ഒരു മോഹം. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അല്ലേ. പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുഖത്തൊരു കൊട്ട ഭാരം ഉണ്ടാവും. അതിങ്ങനെ ഇരിക്കും വിഷാദം പോലെ. ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് 3 നമ്മുടെ എന്തൊക്കെയാണ് പറയുന്നത് ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കുറേ നാളത്തെ ആഗ്രഹം എന്ന് പറഞ്ഞില്ലേ ഈ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. എനിക്കാണെങ്കിൽ ഇത് കണ്ട അപ്പം തന്നെ തിന്നാനുള്ളൊരു ഫീലായിരുന്നു. കാരണം ശരിക്കും നമ്മുടെ ആ ഒരു എന്താ പറയുക, എന്താണ് ഡയറി മിൽക്കിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇതും നമ്മുടെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിസ്താഷ്യോ എന്താ ക്രീമോ, കുനാഫോ പിസ്താഷ്യോ ക്രീമോ അതിനെന്താ പറയുന്നത്, ആ ഒരു സംഭവമാണത്. അത് നമുക്ക് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി. നമ്മളിത് മേടിക്കുമ്പോൾ നമുക്കൊരു 1000-1500 രൂപയൊക്കെ ആവുന്നുണ്ട് ഒരു ചോക്ലേറ്റിന്. ഇത് നമുക്ക് വെറും ഒരു 150 രൂപ 200 രൂപയിൽ ഉണ്ടാക്കാം. പിന്നെ പിസ്താഷ്യോയുടെ വളരെ കുറച്ച് ഭാഗം വേണ്ടി വരുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 10-15 ഇതുപോലത്തെ മോൾഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആ ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മോൾഡിൽ ജസ്റ്റ് ഒന്ന് പെരട്ടിയിട്ട് നമുക്കതൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ കുനാഫ ഡോ ഉണ്ടല്ലോ. ഇതിനൊന്നും വലിയ വിലയില്ല കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു 80 രൂപ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. ഇതുകൊണ്ട് ആ ഒരു മോൾഡിൽ നമുക്കൊരു 5 കുനാഫ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വീട്ടിൽ വെണ്ണ ഉണ്ടായിരുന്നില്ല, അതായത് ബട്ടറേ. എന്നിട്ട് ഞാൻ നമ്മുടെ നെയ്യിലാണ് കേട്ടോ കുനാഫ ഡോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ക്രഞ്ച് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു പിസ്താഷ്യോ ക്രീം ഒന്ന് ജസ്റ്റ് മൊത്തത്തിലൊന്ന് വായിൽ വെള്ളം വരട്ടടാ. മിഠായി തിന്നാനുള്ള ആ ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ അത് തിന്നു കഴിയുമ്പോൾ വായിൽ വെള്ളം തെളിയുന്ന പുതിയൊരു അസുഖം കൂടി ഉണ്ട്. എന്നാലും പിന്നെ ഈ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് അത് കഴിക്കാനുള്ള ഒരു മോഹം വന്ന് ഇതുപോലെയൊക്കെ ആക്കിയെടുത്ത് അതിൻ്റെ നടുവിൽ നമുക്ക് ആദ്യം നമ്മൾ ചോക്ലേറ്റ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ മിഡിലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ലെയർ ഇതാ ഈ കാണുന്ന രീതിയിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇത് നമുക്ക് നാളെ എടുക്കാവേ. പരിപാടികളൊക്കെ കഴിഞ്ഞു.
അപ്പോൾ ബൈ. നാളെ കാലത്ത് നാളെ കാലത്ത് എടുക്കാം. നമുക്ക് കിച്ചണൊക്കെ ഒന്ന് വെടുപ്പാക്കിയിട്ടേ ഉറങ്ങാം. നല്ല ക്ഷീണുണ്ട്. രാവിലെ പിറ്റേ ദിവസം ഇതുണ്ടാക്കിട്ട് അപ്പൊ നമുക്ക് തുറക്കാം. അയ്യോ ഒരു ഇപ്പുറത്തെ സൈഡ് ആയിട്ടില്ല മോനെ. ഇപ്പുറത്തെ സൈഡ് ആയിട്ടില്ല. എങ്ങനെ? ആക്ച്വലി ശ്രീകുട്ടൻ പോകുമ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലത്തെ ഈ ചോക്ലേറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോ നമുക്ക് എടുക്കാട്ടോ. എന്റെ മക്കളെ സംഭവം ഇടുമായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ വന്നിട്ട് പൊട്ടിക്കാം. അതാണ് ഞാൻ പൊട്ടിക്കണില്ല. അടിപൊളിയല്ലേ. ഇപ്പുറത്തെ കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും ഇപ്പുറത്തെ അടിപൊളി. ശ്രീകുട്ടൻ ആ വഴിക്ക് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് എന്ത് ചെയ്തിട്ട് ഇത് പൊട്ടിക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പൊട്ടിച്ച് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന്. നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനത്തെ കുറേ സർപ്രൈസുകളൊക്കെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവരിങ്ങനെ കുറച്ചും കൂടി അവരുടെ ലൈഫിൽ ഇങ്ങനെ കുറച്ചും കൂടിയും ഓർത്തിരിക്കാൻ കുറേ ഓർമ്മകൾ എന്നൊക്കെ പറയില്ലേ, അതാവും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. ബർത്ത്ഡേ ദിവസം ഇങ്ങനെ പീരീഡ്സ് കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ അവനെ കൂട്ടാണ്ട് തിന്നു പറഞ്ഞാൽ അവനെ കൊല്ലും. ഞാൻ പാച്ചപ്പ് ചെയ്ത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ.